Good morning, dear students. Before preparing a journal, we must understanding how to pass a journal entries. Okay, which account is to be debited and which account is to be credited. Okay, so before preparing this type of journal, we must considering certain important consideration. Okay, let us discuss about various important consideration. First one. If in the transactions relating to purchase or sale of goods, okay, in case of any purchase or sale of goods, the name of the purchaser or seller is not given. In that transaction, the name of the purchaser or seller is not given. It is considered as a cash transaction. Okay, for example, goods sold for cash. Okay, goods sold for rupees 50,000, that is rupees in the form of cash. Okay, it is treated as a cash transaction. ഒരു ട്രാൻസാക്ഷനിൽ സെല്ലറുടെയോ അല്ലെങ്കിൽ പർച്ചേസറുടെ നെയിം സ്പെസിഫൈ ചെയ്യുന്നില്ല, നേരിട്ട് ഗുഡ്സ് സോൾഡ് ഫോർ എത്രയാണ് ആ റുപ്പീസ് നേരിട്ട് തരികയാണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ ക്യാഷ് ട്രാൻസാക്ഷൻ. ഓക്കെ, ആൻഡ് ലുക്ക് അറ്റ് ദ സെക്കൻഡ് വൺ. ഇഫ് ഇൻ ദ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു എയ്തർ പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഗുഡ്സ്, the name of the purchaser or seller is given along with the cash. Okay, here along with the cash, the name of the purchaser or seller is given. Okay, അതായത് നമ്മുടെ ട്രാൻസാക്ഷനിൽ ഇപ്പോൾ ഗുഡ്സ് സോൾഡ്, എക്സാമ്പിൾ ഉണ്ട് ഇതിൽ, ഗുഡ്സ് സോൾഡ് ടു ഗോപാൽ ഫോർ ക്യാഷ്. ഓക്കെ, ഹിയർ along with, ഇവിടെ തന്നിട്ടുണ്ട് അവർ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. സോ ഹിയർ along with the cash they specifying the name of a party, ഗോപാൽ. ഓക്കെ, സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ഒരു പാർട്ടിയുടെ പേര്, അതായത് പർച്ചേസറുടെയും സെല്ലറുടെയും നെയിം അലോങ് വിത്ത് ക്യാഷിൻ്റെ കൂടെ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ ട്രീറ്റഡ് ആസ് എ ക്യാഷ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഇപ്പോൾ രണ്ടെണ്ണം മനസ്സിലായില്ലേ? ഫസ്റ്റ് കൺസിഡറേഷൻ ഈസ് ദർ ഇസ് നോട്ട് ഗിവൺ ദ നെയിം ഓഫ് ദി സെല്ലർ ആൻഡ് പർച്ചേസർ, വി മസ്റ്റ് കൺസിഡറിങ് ഇറ്റ് ഈസ് എ ക്യാഷ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഇൻ സെക്കൻഡ് കേസ് അലോങ് വിത്ത് ദ ക്യാഷ് they provide the name of the seller and the purchaser, it is also considered as a cash transaction. And the third one, if in the transactions relating to either purchase or sale of goods, the name of the purchaser or seller is given and is not stated whether it is a cash or credit. Okay, അപ്പോൾ നമുക്ക് പർച്ചേസറുടെയും സെല്ലറുടെയും നെയിം അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ എന്നവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് എന്ന് പറഞ്ഞാൽ അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇൻ തേർഡ് കേസ് അവിടെ ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ സ്പെസിഫൈ ചെയ്തിട്ടില്ല, ബട്ട് ദേ പ്രൊവൈഡ് ദ നെയിം ഓഫ് ദി പർച്ചേസർ ഓർ സെല്ലർ. ഓക്കെ, ഇൻ സച്ച് എ കേസ് ഇറ്റ് ഈസ് ടു ബി കൺസിഡർ ആസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. Okay, for example, goods sold to Gopal. Here they specifying the party's name. ആരാൾക്കാണോ വിറ്റത് ആ പാർട്ടിയുടെ നെയിം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്രെഡിറ്റിനാണോ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് നമ്മളിതിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഇതാണ് നമ്മളെ പർച്ചേസും സെയിൽസുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഡൗട്ട്സ്, നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കുറച്ച് ഡൗട്ട്സ്. ആൻഡ് ലുക്ക് ദ സെക്കൻഡ് വൺ. സെക്കൻഡ് ക്യാപ്ഷൻ, ഇൻ കേസ് ഓഫ് എക്സ്പെൻസസ് കേസ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇഫ് ഇൻ ദ നെയിം ഓഫ് പാർട്ടി റിസീവിംഗ് ഓർ മേക്കിംഗ് പേയ്മെൻറ്റ് ഈസ് ഗിവൺ. ഓക്കെ, ദ നെയിം ഓഫ് ദ പാർട്ടി റിസീവിംഗ് ഓർ മേക്കിംഗ് പേയ്മെൻറ്റ് ഈസ് ഗിവൺ ഇൻ ദാറ്റ് ട്രാൻസാക്ഷൻ, ഇറ്റ് ഈസ് സ്റ്റിൽ കൺസിഡർ ആസ് എ ക്യാഷ് ട്രാൻസാക്ഷൻ. ഓക്കെ, ദാറ്റ് ഈസ് സാലറി പെയ്ഡ് ടു മുകേഷ്. സോ ഹിയർ ദേ സ്പെസിഫൈങ് ദ പാർട്ടീസ് നെയിം. ആർക്കാണ് നമ്മൾ പേയ്മെൻറ്റ് നൽകുന്നത് അവരുടെ പേര് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഇങ്ങനെ സ്പെസിഫൈ ചെയ്താലും എക്സ്പെൻസസിൻ്റെ കേസസിൽ നമ്മളത് എന്തായിട്ട് എടുക്കുകയാണ്, ക്യാഷ് ട്രാൻസാക്ഷനായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പർച്ചേസിൻ്റെയും സെയിൽസിൻ്റെയും പോലെ എല്ലാ എക്സ്പെൻസസിൻ്റെ കേസിലും എന്തെങ്കിലും എക്സ്പെൻസസ് അതുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷനിൽ ദി സ്പെസിഫൈങ് ദ നെയിം ഓഫ് ദ പാർട്ടി, ഇറ്റ് ഷുഡ് ബി കൺസിഡർ ആസ് എ ക്യാഷ് ട്രാൻസാക്ഷൻ. ഓക്കെ, സോ സാലറി പെയ്ഡ് ടു മുകേഷ് റുപ്പീസ് 10,000. മുകേഷിന് സാലറി നമ്മൾ പ്രൊവൈഡ് ചെയ്തു. സോ വി നോ ദാറ്റ് സാലറി, ഇവിടെ രണ്ട് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഏത് ഡെബിറ്റ് ചെയ്യണം ഏത് ക്രെഡിറ്റ് ചെയ്യണം നമ്മൾ ചോയ്സ് ചെയ്യണം. സോ ഹിയർ ഫസ്റ്റ് അക്കൗണ്ട് ഈസ് സാലറി അക്കൗണ്ട്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണം ഒന്ന് സാലറി അക്കൗണ്ട്. പിന്നെ സാലറി പേയ്മെൻറ്റ് നടത്തി, അപ്പോൾ നമുക്കറിയാം സാലറി മുകേഷിന് പേയ്മെൻറ്റ് നടത്തി എന്തിൻ്റെ ഫോമിൽ തന്നെയായിരിക്കും, ഇത് ക്യാഷ് ട്രാൻസാക്ഷൻ തന്നെയാണ്. സോ ക്യാഷ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. സോ ഒരു ബിസിനസ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സാലറി ഈസ് ട്രീറ്റഡ് ആസ് എൻ എക്സ്പെൻസസ്.
we know that all expenses are debited. So salary account debited 10,000. Okay, salary നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി ക്യാഷ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അസറ്റാണ്. ഇവിടെ ക്യാഷ് അവർ പ്രൊവൈഡ് ചെയ്യാണ്. ബിസിനസ്സിൽ നിന്നും ക്യാഷ് മുകേഷ് എന്ന് പറഞ്ഞ ഒരു എംപ്ലോയീസിന് കൊടുക്കുന്നു. ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ ആണ്, അതായത് അസറ്റ് അത്രയും ഡിക്രീസ് ചെയ്യുന്നു. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. നമ്മൾ റൂളിൽ പഠിച്ചതാണ്, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ബാലൻസും അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിന് ക്രെഡിറ്റ് ബാലൻസും. ഓക്കെ, സോ സാലറിനെ ഡെബിറ്റ് ചെയ്യാൻ കാരണം അതൊരു എക്സ്പെൻസസ് ആണ്. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം അത്രയും ക്യാഷ് നമ്മളുടെ കയ്യിൽ നിന്നും പോയി, അതായത് അസറ്റ് ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് എ ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ, ദീസ് ആർ ദ വേരിയസ് ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ വി മസ്റ്റ് കൺസിഡറിങ് ബിഫോർ പ്രിപ്പയറിങ് എ ജേർണൽ. Okay, then look these some special transactions relating to goods. ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സോ മെനി ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. സോ അവിടെ കുറച്ച് കൺസിഡറേഷൻ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ, ഡ്രോയിങ്സ് ഇൻ ഗുഡ്സ്. ഓക്കെ, ഗുഡ്സ് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്നതൊക്കെ നമുക്കറിയാം, ഡ്രോയിങ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. സോ ഈ ക്യാഷ്, ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ക്യാഷ് ദേ സംടൈംസ് വിഡ്രോ സർട്ടൻ ഗുഡ്സ്. ഓക്കെ, sometimes the proprietor withdraw goods from the business for his personal use. Okay, ക്യാഷിന് പകരം അവരെന്ത് വിഡ്രോ ചെയ്യാണ്? ഗുഡ്സ് വിഡ്രോ ചെയ്യുമ്പോൾ the entry for recording this transaction and such a cases actually we are recording the transaction into the journal. We are making certain debit and credit. So how we are deciding which account is to be credited and debited? So look this drawings account. So drawing is treated as an expenses. Actually he withdrawing goods for his personal purpose. We know that drawings is treated as an expenses. So all expenses that should be debited. Drawings account debited too. ഇവിടെ ഗുഡ്സ് അക്കൗണ്ട് നമ്മൾ കൊടുക്കില്ല. നമുക്കറിയാം ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ സ്പെസിഫൈ ചെയ്യില്ല. ഗുഡ്സിന് പകരം നമ്മൾ എന്തായിട്ടാണ് സ്പെസിഫൈ ചെയ്യുന്നത്? പർച്ചേസസ് ആണ് സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോർമലി അക്കൗണ്ടിങ്ങിൽ ഗുഡ്സിന് ഡെബിറ്റോ ക്രെഡിറ്റോ നമ്മൾ കൊടുക്കില്ല. നമ്മളെന്താണ്, അത് സ്റ്റോക്കാണ്, നമ്മളൊരു പർച്ചേസായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അത്രയും പർച്ചേസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യാൻ കാരണം എക്സ്പെൻസസ് ആണ്. പിന്നെ സ്റ്റോക്ക് അത്രയും ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മളെന്താണ്, പർച്ചേസ് അക്കൗണ്ട് അത്രയും ഡിക്രീസ് ചെയ്തു. ഇനി ഇതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മളൊരു നരേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. നരേഷൻ മീൻസ് ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ദിസ് ട്രാൻസാക്ഷൻ. ഓക്കെ, എവറി ട്രാൻസാക്ഷനും എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് കൊടുക്കണം? ഒരു നരേഷൻ പ്രൊവൈഡ് ചെയ്യണം. ആഫ്റ്റർ പ്രൊവൈഡിങ് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് വി ആർ മേക്കിംഗ് സർട്ടൻ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ദിസ് ട്രാൻസാക്ഷൻ. ദിസ് ഈസ് നോൺ ആസ് എ നരേഷൻ. ഓക്കെ, ഇപ്പോൾ ഗുഡ്സാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ എന്താണ് ജേർണൽ എൻട്രി? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. ദെൻ goods given always as charity. Okay, instead of providing cash we are giving certain goods. Okay, charity ആയിട്ട് ഗുഡ്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ we know that charity is an expenses of a business. charity എന്ന് പറയുമ്പോൾ എക്സ്പെൻസസ് ആണ്. as such charity account will be debited. അതുകൊണ്ട് നമുക്കറിയാം ചാരിറ്റീനെ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. so here goods are going out of the business at the cost price, hence the purchases are reduces to the extent and as such purchase account will be credited. നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, ഗുഡ്സ് അത്രയും നമ്മൾ ഡിക്രീസ് ചെയ്യുന്നു. ചാരിറ്റി ആയിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഗുഡ്സിൻ്റെ അത്രയും കോസ്റ്റ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഗുഡ്സിനെയല്ല നമ്മൾ ഡിക്രീസ് ചെയ്യുന്നത് കാണിക്കുന്നത്, എന്താണ്, പർച്ചേസാണ് കുറയുന്നതായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പർച്ചേസ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. സോ ചാരിറ്റി എക്സ്പെൻസ് ആയതുകൊണ്ട് ചാരിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് അക്കൗണ്ട്. ദെൻ ഒരു നരേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗുഡ്സ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, പ്രൊപ്രൈറ്റർ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് ഡ്രോയിങ്സ് ആണ്. സോ ഡ്രോയിങ്സ് ഒരു എക്സ്പെൻസസ് ആയ സ്ഥിതിക്ക് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു, അത്രയും സ്റ്റോക്ക് കുറഞ്ഞില്ലേ, ഗുഡ്സ് കുറയുന്നതുകൊണ്ട് ഗുഡ്സ് അക്കൗണ്ട് ഒന്നല്ല കൊടുക്കേണ്ടത്, പർച്ചേസ് അക്കൗണ്ട് ആണ്. ദെൻ നമ്മൾ ചാരിറ്റി ആയിട്ടാണ് ഗുഡ്സ് കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്താണ്, ചാരിറ്റി ഒരു എക്സ്പെൻസസ് ആണ്. സോ ചാരിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. ദെൻ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾ. ഓക്കെ, ഫ്രീ സാമ്പിളായിട്ട് നമ്മൾ ഗുഡ്സ് സംടൈംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സംടൈംസ് ദ ഗുഡ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ് ടു ദ പൊട്ടൻഷ്യൽ ബയർ ഇൻ ഓർഡർ ടു പ്രൊമോട്ട് സെയിൽസ്. നമ്മൾ സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സംടൈംസ് ഗുഡ്സ് കസ്റ്റമേഴ്സിന് സാമ്പിളായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. ഇൻ സച്ച് എ കേസ്, ആ കേസസിൽ നമ്മളത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്? ഒരു അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ് ആണ്. ഓക്കെ, സോ പ്രൊവൈഡ്
അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു, അത്രയും സ്റ്റോക്ക് അവിടെ കുറയില്ലേ, ഗുഡ്സ് കുറയുന്നതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട്. ഓക്കെ, ഗുഡ്സ് നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്നും ഔട്ട്ഫ്ലോ ആണ് നടക്കുന്നതെങ്കിൽ അവിടെയൊക്കെ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫ്രീ സാമ്പിളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ദിറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ്. സോ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. ദെൻ ഒരു നരേഷൻ പ്രൊവൈഡ് ചെയ്തു. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലോസ് ഓഫ് ഗുഡ്സ് ബൈ തെഫ്റ്റ് ഓർ ലോസ് ബൈ ഫയർ. ഗുഡ്സ് ലോസ് ആവുകയാണ്. അതെങ്ങനെയാണ്? തെഫ്റ്റ് ആയിട്ടാകാം അല്ലെങ്കിൽ ഫയർ ആയിട്ടാകാം, രണ്ട് കേസും വരാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? തെഫ്റ്റ് ആയിട്ടാണെങ്കിൽ ലോസ് ബൈ തെഫ്റ്റ് അക്കൗണ്ട് ഡെറ്റർ, അതുപോലെ തന്നെ ലോസ് ബൈ ഫയർ അക്കൗണ്ട് ഡെറ്റർ, രണ്ട് ഡെബിറ്റ് വരികയാണ്. അത് കോമ്പൗണ്ട് ജേണൽ എൻട്രി ആണ്. ഓക്കെ, കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഡെബിറ്റും മൾട്ടിപ്പിൾ ക്രെഡിറ്റും വരുന്നതിനെയാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. സംടൈംസ് ഒരു ട്രാൻസാക്ഷൻ അത് ഹാപ്പൻ ചെയ്യാം. സോ ഹിയർ ഗുഡ്സ് നമുക്ക് നഷ്ടപ്പെടുന്ന എങ്ങനെയാണ്? ലോസ് ബൈ തെഫ്റ്റ് ആകാം, ലോസ് ബൈ ഫയർ ആകാം. സോ ദാറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു, അത്രയും എന്താണ് ഗുഡ്സ് ലോസ് ചെയ്തിട്ടുണ്ട്. സോ പർച്ചേസ് അക്കൗണ്ട്. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻസ് ബിഫോർ പ്രിപ്പയറിംഗ് എ ജേണൽ.